പാലക്കാട് RSS പ്രവർത്തകനെ വെട്ടിക്കൊന്നു. എലപ്പുള്ളി സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് പിന്നിൽ SDPI പ്രവർത്തകരെന്നാണ് ആരോപണം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് പോലീസിന്റെ വിശദീകരണം? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 9 മണിക്കാണ് കൊലപാതകം നടക്കുന്നത്. പാലക്കാട് നഗരത്തിന് സമീപം മമ്പറം അവിടെ റോട്ടിൽ വെച്ച് ഒരു കാറിലെത്തിയ 4 സംഘം ബൈക്കിൽ വരികയായിരുന്നു സഞ്ജിത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സഞ്ജിത്ത് ഭാര്യയോടൊപ്പം പാലക്കാട് നഗരത്തിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവരെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുമ്പോഴാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അതീവ ഗുരുതരമായി പരിക്കേറ്റ സഞ്ജിത്തിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം ഇതിനകത്ത് ഈ കൊലപാതകത്തിന് പിന്നിൽ SDPI ആണ് എന്നതാണ് RSSന്റെ ആരോപണം. എന്താണ് ഇതിനകത്ത്? സഞ്ജിത്ത് പറഞ്ഞ ചെറുപ്പകാലം മുതൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ RSSന്റെ ശാഖയിലൂടെ വളർന്നു. ഇപ്പോൾ മണ്ഡലത്തിൻ്റെ ബൗദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ ആളുകൾ പലതവണ 2 തവണ അദ്ദേഹത്തിനെ ആക്രമിച്ച്, ഒരു തവണ കയ്യും കാലും വെട്ടി. അതൊരു കൂലിപ്പണിക്ക് പോകുന്ന കുടുംബമാണ്. ഇദ്ദേഹം കൂലിപ്പണിയെടുത്ത് ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 തവണ ഇയാളെ കൊല്ലാൻ ശ്രമിച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്ന ആളാണ്. അവിടെ സംഘപ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ള മുസ്ലിം തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഇദ്ദേഹത്തിന് പിന്തുടർന്ന് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ സമാധാന അന്തരീക്ഷം നടത്താൻ വേണ്ടിയാണ് മുസ്ലിം തീവ്രവാദികൾ ആ ഭാഗത്ത്. സഞ്ജിത്ത് ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. പക്ഷേ കമ്പനി പോകാൻ സാധിക്കില്ല. പോയി കഴിഞ്ഞാൽ ആളുകൾ പുറകിൽ പോവുകയാണ്. അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് ആളുകൾ പോകാൻ, അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്ത മാനസികാവസ്ഥയിൽ കല്യാണം കഴിഞ്ഞ് ചെറിയ കുട്ടിയുണ്ട്. ആ ഭാര്യയുടെ ഇന്ന് ജോലിക്ക് കൊണ്ടുവരാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് പുറത്ത് വരികയാണ്. അപ്പോൾ ഭാര്യയുടെ മുമ്പിൽ ഭാര്യനെയും അടിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയാനുണ്ട്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെയ്തത്. അപ്പോൾ ഇത് തീവ്രവാദ പ്രവർത്തനം ശക്തമായി എലപ്പുള്ളി പഞ്ചായത്തിൽ ആ ഭാഗത്ത് ശക്തമായിട്ട് നിൽക്കുന്നു. അതൊരു സംഘപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ജിത്ത് അതൊരു പരിധിവരെ അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് സഞ്ജിത്തിൻ്റെ മേലുള്ള. രഞ്ജിത്ത്, ഇതാണ് RSSന്റെ വിശദീകരണം. ഇതിൻ്റെ പ്രവർത്തനം SDPI പ്രവർത്തകരാണ് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പോലീസ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സഞ്ജിത്തിനെതിരെയും നിരവധി കേസുകളുണ്ട് എന്നതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതുൾപ്പെടെയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രസാദ്, ആ മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണല്ലോ അല്ലേ? പോലീസിൻ്റെ ഇടപെടൽ സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംഘർഷങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, നേരത്തെ എലപ്പുള്ളി മേഖലയിൽ SDPI RSS സംഘർഷം നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ 2 മാസം മുമ്പ് ഇത്തരത്തിൽ വലിയ സംഘർഷം നിൽക്കുകയും പോലീസ് അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അതിനുശേഷമുള്ള അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ കൊലപാതകവും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ പോലീസ് അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എലപ്പുള്ളി അതോടൊപ്പം ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുടർ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.